നമ്മൾ ഇന്ന് ലാൻഡ് സ്ലൈഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എർത്ത്ക്വേക്കിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഇനി ലാൻഡ് സ്ലൈഡ് എന്താണെന്ന് നോക്കാം. ലാൻഡ് സ്ലൈഡ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ നമ്മുടെ ലാൻഡ്, അതായത് ഒരു ഹ്യൂജ് മാസ് ലാൻഡ് ഡൗൺവേർഡ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അതായത് ഡൗൺവേർഡ് സ്ലൈഡിങ് ഓഫ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ലാൻഡ് മാസ് which occur along steep slope of hill or mountains and they may sudden or slow. അതായത് ഇപ്പം നമ്മുടെ ഒരു മൗണ്ടൈൻ്റെ ഒരു സൈഡ്, ആ സൈഡ് നമ്മളിപ്പോൾ ഭയങ്കര മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ അവിടെ നല്ല വെള്ളമൊക്കെ കെട്ടി നിന്ന് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ട് ആ ലാൻഡ് മൊത്തം സ്ലൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം. പെട്ടെന്ന് സ്ലൈഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് സ്ലൈഡ് ഉണ്ടാവാം. അപ്പം എ ലാൻഡ് സ്ലൈഡ് ഇസ് ഡൗൺവേർഡ് ഓർ ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് സോയിൽ റോക്ക് ഓർ വെജിറ്റേഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി കാരണമാണ് താഴത്തേക്ക് വരുന്നത്. അതല്ലാതെ വേറെയും കുറേ ഫാക്ടേഴ്സ് നമ്മുടെ ലാൻഡ് സ്ലൈഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. Then landslide is also called landslip. Landslip എന്നും പറയും നമ്മുടെ ലാൻഡ്സ്ലൈഡിനെ. ആൻഡ് ലാൻഡ്സ്ലൈഡ് ആർ മേജർ ത്രെറ്റ് ടു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ദേ ആർ മോസ്റ്റ്ലി hill events and cover wide varieties of landforms and processing involving the movement of soil and rock ഡൗൺസ്ലോപ്പ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ലാൻഡ് സ്ലൈഡിൻ്റെ പിക്സാണ്. അപ്പം ലാൻഡ് സ്ലൈഡ് കാരണം നമുക്ക് കുറേ ത്രെഡ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇനി നമുക്ക് കുറച്ച് കോമൺ ടൈപ്സ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് നോക്കാം. ലാൻഡ് സ്ലൈഡ് പല ടൈപ്പും ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റാണ് റൊട്ടേഷണൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. റൊട്ടേഷണൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എർത്ത് മാസ് ഒരു കേർവ്ഡ് ആയിട്ടാണ് സ്ലൈഡ് ആവുന്നത്. അതായത് മൂവ് എലോങ് എ സർഫസ് ഓഫ് റപ്ചർ ദാറ്റ് ഈസ് കേർവ്ഡ് ആൻഡ് കോൺകേവ്. ഇപ്പോൾ നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിലായിരിക്കും ലാൻഡ് സ്ലൈഡ് ചെയ്യുക. അതായത് കേർവ്ഡ് ആണ്, കോൺകേവ് ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ എർത്ത് മാസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ ലാൻഡ് സ്ലൈഡാണ്. ട്രാൻസ്ലേഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, occur when the failure surface is approximately flat or slightly undulated. ട്രാൻസ്ലേഷണൽ മോഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെയും. അതായത് നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് എങ്ങനെ ഉണ്ടാവുക, മൂവ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ പൊസിഷൻ കാണിച്ചിട്ടുണ്ട് ഈ ടോപ്പിലെ ഫിഗറിൽ. ദെൻ അത് താഴേക്ക് മൂവ് ചെയ്യും നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് മോഷൻ ഉണ്ടാവുന്നത് ഇവിടെ. ഏതിൽ? ട്രാൻസ്ലേഷണൽ മോഷനിൽ. നെക്സ്റ്റ് വരുന്നതാണ് റോക്ക് ഫോൾ എന്ന് പറയുന്നത്. റോക്ക് ഫോൾ ഫ്രീ ഫോളിംഗ് ഓഫ് ഡിറ്റാച്ച്ഡ് ബോഡീസ് ഓഫ് ബെഡ് റോക്ക് ഫ്രം എ ക്ലിഫ് ഓർ സ്റ്റീപ്പ് സ്ലോപ്പ്. അതായത് സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ വേർട്ടിക്കൽ സ്ലോപ്പ് പോലെയുള്ള സ്ഥലം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ പാറക്കല്ലുകൾ പോലെയുള്ള കല്ലൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നേരെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ റോക്ക് ഫോള് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റോക്ക് ടോപ്ലിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ occur when one or more rock unit rotate about their base and collapse. അതായത് അതിൻ്റെ ബേസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇവർ കൊളാപ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത ഒറിജിനലായിട്ട് നടന്നിട്ടുള്ള ഒറിജിനൽ ഫിഗറും കാണിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത വരുന്നതാണ് ലാറ്ററൽ സ്പ്രെഡിങ്. ലാറ്ററൽ സ്പ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ occur when soil mass spread laterally and this spreading comes with tensional crack in the soil mass. അതായത് ടെൻഷണൽ ക്രാക്സ് ഉണ്ടായിട്ട് കൊളാപ്സ് ആവുന്നതിനെയാണ് നമ്മൾ ലാറ്ററൽ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് ഡെബ്രീസ് ഫ്ലോ ആണ്. ഡെബ്രീസ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീമിലൂടെയൊക്കെ ഒഴുകി വരുന്നതാണ്. ഡൗൺ സ്ലോപ്പ് മൂവ്മെൻറ്റ് ഓഫ് കൊളാപ്സ്ഡ് അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽ ടിപ്പിക്കലി എലോങ് എ സ്ട്രീം ഓർ ചാനൽ. അതായത് നമുക്കറിയാം, ഈ മലമുകളിലൊക്കെ ഹെവി റെയിനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള
ബോൾഡേഴ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സ്, വലിയ പാറക്കല്ലുകളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രീം ഉണ്ടായിരിക്കും, അതുവഴി ഒഴുകി താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയും ഒരു ലാൻഡ് സ്ലൈഡ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്പാണ് നമ്മുടെ ലാൻഡ് സ്ലൈഡ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോഴ്സസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് എന്താണെന്ന് നോക്കണം. എന്തൊക്കെയാണ് ലാൻഡ് സ്ലൈഡിൻ്റെ കോഴ്സസ് എന്ന്. ആദ്യം തന്നെ നമുക്കറിയാം, നാച്ചുറൽ ഫാക്ടേഴ്സ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ എന്താണ്, ഗ്രാവിറ്റി കാരണം. ഗ്രാവിറ്റി കാരണം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്താണ്, സ്റ്റീപ്പറായിട്ടുള്ള സ്ലോപ്പുകളിലൊക്കെ ഗ്രാവിറ്റി ഫോഴ്സ് കാരണം മുകളിലുള്ള മാസ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഗ്രാവിറ്റി വർക്ക്സ് മോർ എഫക്റ്റീവ്ലി ഓൺ സ്റ്റീപ്പർ സ്ലോപ്സിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അടുത്തതെന്ന് പറയുന്നത്. ജിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിയോളജി setting that places permeable sands and gravels above impermeable layer of silt and clay bedrock. അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ ജിയോളജി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവിടെ സ്ലൈഡ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്തതാണ് ഹെവി ആൻഡ് പ്രൊലോങ്ഡ് റെയിൻഫോൾ. ഹെവി റെയിൻഫോൾ വന്നു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, ഇല്ലേ? ദെൻ അടുത്ത എന്താണ്, എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്ത വരുന്നതാണ് വേവ് ആക്ഷൻ കാരണം എന്താണ്, ഇത് എറോഡ് ചെയ്ത് പോയിട്ട് മുകളിലുള്ള മാസ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. വേവ് ആക്ഷൻ ക്യാൻ എറോഡ് ദ ബീച്ച് ഓർ ദ ടോ ഓഫ് ദ ബ്ലഫ്, കട്ടിങ് ഇൻ ടു സ്ലോപ്പ് ആൻഡ് സെറ്റിംഗ് ദ സ്റ്റേജ് ഓഫ് ഫ്യൂച്ചർ സ്ലൈഡ്സ്. ദെൻ വോൾക്കാനിക് എറപ്ഷൻസ് കാരണം എന്താണ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം. ദെൻ ഫ്ലക്ച്വേഷൻസ് ഓഫ് വാട്ടർ ലെവൽസ്, then deposition of loose sediments in the delta areas. ഇതൊക്കെയാണ് ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്ന നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് ആണ്. അതിൽ വരുന്നത് എന്താണ്, ഒന്നാമത്തെയാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തത് കാരണം നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ cutting and deep excavations on slope for building roads, canals and mining. നമ്മൾ ലാൻഡിനെ ഭയങ്കരമായി കട്ട് ചെയ്യുന്നതും അതേപോലെ ഡീപ്പായിട്ടുള്ള എക്സ്കവേഷൻസ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ എന്താണ്, ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നുണ്ട്. ദെൻ അടുത്തെന്ന് പറയുന്നത് എന്താണ്, ചേഞ്ചസ് ഇൻ സ്ലോപ്പ് or land use pattern, deforestation, agricultural practice on steep slopes. അതാണ് അടുത്ത റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ലാൻഡിനെ നമ്മൾ വേർട്ടിക്കലി കട്ട് ചെയ്ത് അതുവഴി ഒരു റോഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഹെവി റെയിൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് ഇതിപ്പം ഇവിടെ മൂവ് ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഈ ടൈപ്പ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളിപ്പം ആദ്യം നാച്ചുറൽ പറഞ്ഞു, പിന്നെ ആന്ത്രോപോജനിക് പറഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ എർത്ത് ക്വേക്ക് മേ ട്രിഗർ എ ലാൻഡ് സ്ലൈഡ് വിച്ച് ടേൺ മേ ഡാം എ വാലി കോസിങ് അപ്സ്ട്രീം ഫ്ലഡിങ് ആൻഡ് സബ്സിക്വൻറ്റ് ഡാം ബ്രഷ്. അതായത് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്നതാണ് കോമ്പിനേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഇത് മൂന്നും കൂടാതെ കുറച്ച് ഫാക്ടേഴ്സും കൂടി വരുന്നുണ്ട്. അതിൽ ഫസ്റ്റാണ് ഇൻഫ്ലുവൻസ് ഓഫ് സ്ലോപ്പ് എന്താണ്, പ്രൊവൈഡ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ലാൻഡ് സ്ലൈഡ്. സ്റ്റീപ്പർ സ്ലോപ്സ് ആർ പ്രോൺ ടു സ്ലിപ്പേജ് ഓഫ് ലാൻഡ്. നമുക്കറിയാം സ്റ്റീപ്പർ ആയിട്ടുള്ള സ്ലോപ്പിലാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് സ്ലൈഡ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത്. ദെൻ അടുത്തെന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഓർ അസോസിയേറ്റഡ് വാട്ടർ. അത് കാരണം എന്താണ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം. ദെൻ അടുത്ത് വരുന്നതാണ് ലിത്തോളജി, അതായത് റോക്ക് വിച്ച് ആർ റിച്ച് ഇൻ ക്ലേ, മൈക്ക, കാൽസൈറ്റ്സ്, gypsum, etc. are prone to landslide because these minerals are prone to weathering. അതായത് വെതറിങ് സംഭവിക്കുന്ന പെട്ടെന്ന് എന്താ വെതറിങ് സംഭവിക്കാവുന്ന റോക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ എന്താണ് ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നുണ്ട്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ആണ്. ഹ്യൂമൻ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർ കട്ടിങ് അലോങ് ഹിൽ സ്ലോപ്പ് ഫോർ ലേയിങ് റോഡ്സ് ഓർ റെയിൽസ് ട്രാക്ക് ക്യാൻ റിസൾട്ട് ഇൻ ടു
ഇൻസ്റ്റബിലിറ്റി, അതായത് നമ്മൾ കട്ട് ചെയ്യുന്നതന്നെ റോഡിനെ കട്ട് ചെയ്യുന്നതൊക്കെ എന്താണ് ഹ്യൂമൻ ഇൻഫ്ലുവൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഡീഫോറസ്റ്റേഷൻ ഇൻ വെറ്റ്ലാൻഡ്സ് റിസൾട്ട് ഇൻ ടു മോർ എറോഷൻ ഡ്യൂറിങ് എ റെയിനി സീസൺ. അതാണ് അടുത്ത കോസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ വേർ ഡു ലാൻഡ് സ്ലൈഡ് യൂഷ്വലി വെക്കുക, എവിടേക്കാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നതെന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഈ മാപ്പിൽ ഹൈലി എഫക്റ്റഡ് ആയിട്ട് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെയാണ് വരുന്നത്. പിന്നെ അടുത്ത നമ്മുടെ കേരളത്തിലൊക്കെ മോഡറേറ്റ്ലി എഫക്റ്റഡ് ആണ് ലാൻഡ് സ്ലൈഡിന്. ദെൻ അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഹില്ലി ഏരിയാസിലാണ് കൂടുതൽ ലാൻഡ് സ്ലൈഡ് വരുന്നത് അല്ലേ. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് എഫക്ട്സ് ആൻഡ് ലോസസ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡ് കാരണം എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്, അതുപോലെ എന്തൊക്കെ ലോസസ് ആണ് ഉണ്ടാകുന്നതെന്ന്. എഫക്ട്സിന് നമുക്ക് എന്താണ് ഡയറക്റ്റ് എഫക്ട്സും ഇൻഡയറക്റ്റ് എഫക്റ്റും ആയിട്ട് തിരിക്കാം. അതായത് ഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡാമേജ് ആണ്. അതായത് പെട്ടെന്ന് ഒരു ലാൻഡ് അങ്ങോട്ട് വന്ന് അത്രയും സ്ഥലത്തിന് വാഷ് ഔട്ട് ചെയ്ത് പോകാൻ ഈ മാസിന് കഴിയും. അപ്പോൾ അതായത് ഫിസിക്കൽ ഡാമേജ് ആണ്. അതായത് ഡെബ്രീസ് മേ ബ്ലോക്ക് റോഡ്, സപ്ലൈ ലൈൻസ് ആൻഡ് വാട്ടർ വേസ്. അപ്പം നമ്മൾ ഇത്രയും മാസം വന്ന് കിടന്നാൽ നമുക്ക് റോഡ്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ സപ്ലൈ ലൈൻസ്, ദെൻ വാട്ടർ വേസ്, ഇതിനെയൊക്കെ എന്താ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും ആനിമൽസിനും പീപ്പിളിനും ഒക്കെ എന്താണ് ഇഞ്ചുറീസ് ഉണ്ടാവാൻ കാരണം. ഇതാണ് ഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ വരുന്നതാണ് ഇൻഫ്ലുവൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ് ഇൻ ഡാം സേഫ്റ്റി. ഡാം സേഫ്റ്റിയിൽ ദ ഫെയിലിയർ ഓഫ് സ്ലോപ്പ് bordering the reservoir, then flooding caused by movement of large masses of soil into the reservoir. ഓക്കെ, റിസർവോയറിൽ എന്താണ് ഇതിന് റിസർവോയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാർജ് മാസസ് എത്താൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്തെന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് ആൻഡ് ഫ്ലഡിംഗ് ആണ്. ഡെബ്രീസ് ഫ്ലോ ക്യാൻ കോസ് ഫ്ലഡിംഗ് ബൈ ബ്ലോക്കിംഗ് വാലീസ് ആൻഡ് സ്ട്രീം ചാനൽസ്, forcing large amount of water to the backup, causing flash flood. ഇതാണ് ഇൻഡയറക്റ്റ് കോസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്റ്റ് ലോസസ് ആൻഡ് ഇൻഡയറക്റ്റ് ലോസസ് ഉണ്ട്. ഡയറക്റ്റ് ലോസസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ലൈഫ്, പ്രോപ്പർട്ടി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലൈഫ് ലൈൻ ഫെസിലിറ്റീസ്, റിസോഴ്സസ്, ഫാം ലാൻഡ് ആൻഡ് പ്ലേസസ് ഓഫ് കൾച്ചറൽ ഇമ്പോർട്ടൻസ്. ഇതാണ് ഡയറക്റ്റ് ലോസസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ലോസസ് എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ productivity of agricultural or forest land, then reduced property values, then loss of revenue, then increased cost, and adverse effect on water quality and loss of human productivity. ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്. ദെൻ ഇതൊക്കെ നമ്മുടെ മേജർ ലാൻഡ് സ്ലൈഡ്സ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലുള്ള മേജർ ലാൻഡ് സ്ലൈഡ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡാണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ലാൻഡ് സ്ലൈഡ് ഫിനോമിനൻ ആണ്. ദാറ്റ് ഈസ് ടെറൈൻ ഫീച്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് റിസ്ക് ഓഫ് ലാൻഡ് സ്ലൈഡ്. ടെറൈൻ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് വിത്ത് ആംഗിൾ ഓവർ 30 degrees ഷുഡ് ബി അവോയ്ഡഡ് ഇഫ് പോസിബിൾ. അതായത് നമ്മൾ 30 ഡിഗ്രീൻ്റെ ആംഗിളിനേക്കാളും കൂടുതലായിട്ടുള്ള സ്റ്റീപ്പ് ഉണ്ടാവില്ലേ, അവിടെയാണ് മോർ പോസിബിലിറ്റി ഉള്ളത്. എന്തിനാ? ലാൻഡ് സ്ലൈഡിന്. ദെൻ ഓൾഡ് ലാൻഡ് സ്ലൈഡ് സൈറ്റ്സ്, ആ ഓൾഡ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് സൈറ്റ് എന്താണ്, വീണ്ടും ആക്ടിവേറ്റ് ആവാം. അതായത് ദി ഓൾഡ് ലാൻഡ് സ്ലൈഡ് ക്യാൻ ബി ആക്ടിവേറ്റഡ് ഫോർ എക്സാമ്പിൾ ബൈ ഹെവി റെയിൻഫോൾ ഓർ ആൻ എർത്ത് ക്വേക്ക്. ഒരു എർത്ത് ക്വേക്കോ ഹെവി റെയിൻഫോളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൾഡ് ലാൻഡ് സ്ലൈഡ് ഏരിയയിൽ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. The new cracks or unusual bulges in the ground or street pavements. New cracks അതെന്താണ്, ഒരു ലാൻഡ് സ്ലൈഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ലാൻഡ് സ്ലൈഡ് റിസ്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അടുത്ത വേറെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ പറയുന്നത്.
that is tilting or cracking of concrete floors and foundations, tilting and cracking ഒക്കെ വരുന്നത്. Then soil moving away from foundations, then broken water lines and other underground utilities, then leaning telephone poles, trees, retaining walls or fences, then sudden decrease in groundwater level through rain is still falling or just recently stopped. ഇതാണ് ലാൻഡ്സ്ലൈഡ് റിസ്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ് നമ്മുടെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എന്നാണ് നോക്കുന്നത് നമ്മുടെ ലാൻഡ്സ്ലൈഡിന് വേണ്ടിയിട്ട്. അതായത് ഫസ്റ്റ് തന്നെ ഹസാർഡ് മാപ്പിംഗ് ആണ്, ദെൻ ലാൻഡ് യൂസ്, റീറ്റെയിനിങ് വാൾസ്, സർഫസ് ഡ്രെയിനേജ് കൺട്രോൾ വർക്ക്സ്, then engineered structures, increasing vegetation cover and insurance. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഹസാർഡ് മാപ്പിംഗ് ആണ്. ഹസാർഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൊക്കേറ്റ് ഏരിയ പ്രോൺ ടു സ്ലോപ്പ് ഫെയിലിയേഴ്സ്. നമ്മൾ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്ത് വയ്ക്കുക സ്ലോപ്പ് പ്രോൺ ഏരിയസിനെ, അതാണ് ഹസാർഡ് മാപ്പിംഗ്. ദിസ് വിൽ പെർമിറ്റ് ടു ഐഡൻറ്റിഫൈ അവോയ്ഡൻസ് ഓഫ് area for building settlement. These maps will serve as a tool for mitigation planning. Then അടുത്ത വരുന്നതാണ് land use practice. അതായത് such as area covered by degraded natural vegetation in upper slopes are to be afforested with suitable species. And in construction of roads, irrigation canals, etc., proper care is to be taken to avoid the blockage of natural drainage. Then total avoidance of settlement in the risk zone should be made mandatory. ഇതൊക്കെയാണ് നമ്മൾ ലാൻഡ് യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലാൻഡ് യൂസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ദെൻ നോ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഇൻ ഏരിയാസ് ബിയോണ്ട് സർട്ടൻ ഡിഗ്രി ഓഫ് സ്ലോപ്പ്. കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ നാച്ചുറൽ ഡ്രെയിനേജ് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ റീറ്റെയിനിങ് വാൾസ് ആണ്. നമ്മൾ റീറ്റെയിനിങ് വാൾസ് കിട്ടുന്നത് കണ്ടിട്ടില്ലേ? റീറ്റെയിനിങ് വാൾസ് ക്യാൻ ബി ബിൽറ്റ് അപ്പ് സ്റ്റോപ്പ് ലാൻഡ്സ്ലൈഡ് ഫ്രം സ്ലിപ്പിംഗ്. നമുക്ക് ആ സ്ലിപ്പിംഗ് ഒന്ന് തടയാൻ പറ്റും. അപ്പോൾ നമ്മൾ റോഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ റീറ്റെയിനിങ് വാൾ കെട്ടുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സംഭവമാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ സർഫസ് ഡ്രെയിനേജ് കൺട്രോൾ വർക്ക്സ് ആണ്. സർഫസ് ഡ്രെയിനേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ദ സർഫസ് ഡ്രെയിനേജ് കൺട്രോൾ വർക്ക്സ് ആർ implemented to control the movement of landslide accompanied by infiltration of rainwater and spring flows. അപ്പോൾ നമ്മുടെ ലാൻഡ്സ്ലൈഡ് ഉണ്ടാകാൻ മെയിൻ കാരണമാണ് ഹെവി റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെവി റെയിനിൽ ഉണ്ടാവുന്ന റെയിൻ വാട്ടർ നമ്മൾ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യണം. അല്ലാത്ത പക്ഷേ ഇതെന്താണ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോയിട്ട് നമ്മുടെ സോയിലിനെ സാച്ചുറേറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. സോയിൽ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയും, അതുപോലെ തന്നെ ഇത് വീക്കാവും. അങ്ങനെ ലാൻഡ്സ്ലൈഡ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സർഫസ് ഡ്രെയിനേജ് കൺട്രോൾ വർക്ക്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാക്കണം. ദെൻ എൻജിനീയർഡ് സ്ട്രക്ചേഴ്സ് with strong foundation can withstand or take the ground movement forces. Okay, underground installation should be made flexible to move in order to withstand the forces caused by the landslide. അതാണ് എൻജിനീയർഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക. നമ്മൾ ഹെവി ഫൗണ്ടേഷൻ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ടിൽറ്റിംഗ് ഒക്കെ നമുക്ക് വരുന്ന ലോഡിനെ ഈ ഫൗണ്ടേഷൻ വഴി താഴോട്ട് ആക്കാൻ കഴിയും. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് വെജിറ്റേഷൻ cover is cheapest and most effective way to arresting landslides, and this helps to bind the top layer of the soil with layers below with preventing the excessive runoff and soil erosion. അതായത് നമ്മൾ വെജിറ്റേഷൻസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുക, അത് കാരണം എന്താണ് സോയിൽ എറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ടോപ്പ് ലെയറിനെ ടൈറ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വെജിറ്റേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ചീപ്പാണ്, പിന്നെ നല്ലൊരു മെത്തേഡുമാണ്. ദെൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വിൽ അസിസ്റ്റ് ഇൻഡിവിജ്വൽ ഹൂസ് ഹോംസ് ആർ ലൈക്ലി ടു ബി ഡാമേജ്ഡ് ബൈ ലാൻഡ്സ്ലൈഡ്സ് ഓർ ബൈ എനി അതർ നാച്ചുറൽ ഹസാർഡ്സ്. ഫോർ ന്യൂ കൺസ്ട്രക്ഷൻ it should include the standard for selection of the site as well as construction techniques.
ഓക്കെ, ഇത്രയാണ് നമ്മുടെ മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്, മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ നമ്മൾ എങ്ങനെയാണ് ഇനി ലാൻഡ്സ്ലൈഡോട് ഉണ്ടായിട്ടുള്ള ഹസാർഡ് മിനിമൈസ് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നെ പാസീവ് ഇൻ്റർവെൻഷൻ ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? ചൂസ് എ സേഫ് ലൊക്കേഷൻ ടു ബിൽഡ് യുവർ ഹോം away from steep slopes and places where landslide have occurred in past. അപ്പോൾ നമ്മൾ ആദ്യം ഹോമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലാൻഡ്സ്ലൈഡ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വീടുണ്ടാക്കുക. ദെൻ പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് വെജിറ്റേഷൻ റിമൂവൽ, നമ്മൾ ഡീഫോറസ്റ്റേഷനും പ്രിവെൻറ്റ് ചെയ്യുക. ദെൻ അവോയ്ഡ് വീക്കനിങ് ഓൺ ദ സ്ലോപ്പ്. ഓക്കെ, ഇത്രയാണ് പാസീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ആക്റ്റീവ് പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം റീഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ആൻഡ് പ്രോപ്പർ വാട്ടർ റൺ ഓഫ് മസ്റ്റ് ബി എൻഷുർഡ് ബൈ പ്രൊവൈഡിങ് എ പ്രോപ്പർ കനാലൈസേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, വാട്ടറിനെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഡ്രെയിനേജ്, ഗുഡ് ഗ്രൗണ്ട് ഡ്രെയിനേജ് ഇസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ദ സാച്ചുറേഷൻ ആൻഡ് കോൺസിക്വൻറ്റ് വീക്കനിങ്. Okay, then drainage is also needed to civil work like retaining walls. അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പുതിയത് വേണമെങ്കിൽ അത് ഉണ്ടാക്കാം. അതായത് വാട്ടറിനെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദെൻ പ്രോപ്പർ ലാൻഡ് യൂസ് മെഷേഴ്സ്, adopt effective land use regulations and building codes based on the scientific research. Then structural measures under net retaining walls and major civil work to mitigate landslides. അതാണ് സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ആണ് ഇതിലുള്ളത്. അതെന്താണ്? അവയർനെസ് ജനറേഷൻ ആണ്. ദെൻ ഫിനാൻഷ്യൽ മെക്കാനിസംസ് ഉണ്ട്. ദെൻ ലീഗൽ ആൻഡ് പോളിസി. ഇതാണ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് മാപ്പിംഗ് ആൻഡ് യൂസ് ഓഫ് GIS. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിറ്റിഗേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൻഡ്സ്ലൈഡ് ഹസാർഡ് മാപ്പിനെ കുറിച്ചിട്ട്. അതായത് നമ്മൾ ലാൻഡ്സ്ലൈഡ് വരാനുള്ള ഏരിയാസിനെ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ ഓഫ് ദ വൾണറബിൾ ഏരിയാസ്, അതാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് യൂസ് ദ റിമോട്ട് സെൻസിങ് ആൻഡ് ഗ്രൗണ്ട് ട്രൂത്ത് ഡാറ്റ ഫോർ മേക്കിംഗ് ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോൺ മാപ്പ്. Then here such maps are used to develop mitigation plans in consultation with experts. നമ്മൾ GIS വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ എന്ത് സംഭവം ഉണ്ടാക്കുന്നത്, ലാൻഡ്സ്ലൈഡ് ഹസാർഡ് മാപ്പിംഗ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പ്രിപ്പയർഡ്നെസ്സും സേഫ്റ്റി മെഷേഴ്സും ഒക്കെ എന്താണെന്ന് നോക്കാം. ആഫ്റ്റർ ആൻഡ് ബിഫോർ, ദെൻ ഡ്യൂറിങ് ദ ലാൻഡ്സ്ലൈഡ്. അപ്പം നമ്മൾ ബിഫോർ ലാൻഡ്സ്ലൈഡ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് if landslide have happened in your area in the past. മുൻപ് നമ്മുടെ ഏരിയയിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ആൻഡ് ലുക്ക് ഔട്ട് ഫോർ ദ ലാൻഡ്സ്ലൈഡ് വാർണിംഗ് സൈൻ ലൈക്ക് ഡോർസ് ഓർ വിൻഡോസ് ഡാംപ്ഡ് ഓർ ഫോർ ഫസ്റ്റ് ടൈം, ന്യൂ ക്രാക്സ് അപ്പിയർ ഇൻ വാൾസ്, ബ്രിക്ക് ഫൗണ്ടേഷൻ, റീറ്റെയിനിങ് വാൾ, ടിൽറ്റ് ഓഫ് യൂട്ടിലിറ്റി പോൾസ് ഓർ ട്രീസ്. നമ്മൾ എവിടെയെങ്കിലും ഷേക്ക് ചെയ്തിട്ടുണ്ടോ, ടിൽറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ കൺസിഡർ ദ relocation in case of your house is located in area particularly vulnerable to landslide. അങ്ങനെയുള്ള നമ്മൾ വേറൊരു ഏരിയ കണ്ടുവയ്ക്കുക. ദെൻ ഡു നോട്ട് ബിൽഡ് ഓൺ ഓർ അറ്റ് ദ ബേസ് ഓഫ് അൺസ്റ്റേബിൾ സ്ലോപ്പ്. നമ്മൾ അൺസ്റ്റേബിൾ സ്ലോപ്പിൻ്റെ അകത്ത് വീട് കൊണ്ട് വയ്ക്കാൻ പാടില്ല. ദെൻ ഡു നോട്ട് കട്ട് ഡൗൺ ട്രീസ് ഓർ റിമൂവ് വെജിറ്റേഷൻ ടു അവോയ്ഡ് സ്ലോപ്പ് വീക്കനിങ്. ട്രീസിനെ കട്ട് ചെയ്യരുത്. ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് ബിഫോർ ലാൻഡ്സ്ലൈഡ് വരുന്നത്. ദെൻ അടുത്ത ആൾവേസ് സ്റ്റേ അലേർട്ട് ആൻഡ് അവേക്ക്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഈ വീട് നിൽക്കുന്ന സ്ഥലം സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലോപ്പിൻ്റെ താഴെയാണ്. അപ്പം എങ്ങനെ ഈ സ്ലോപ്പ് ഇവിടുന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഡ്യൂറിങ് ലാൻഡ്സ്ലൈഡ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Listen to any unusual sounds that might indicate moving debris such as trees cracking or boulders knocking together. A
trickle of flowing or falling mud or debris may precede large flows. അപ്പം നമ്മൾ ഡ്യൂറിങ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അലേർട്ടായിട്ടിരിക്കുക. Then while you are outdoor during landslide, ലാൻഡ്സ്ലൈഡിൻ്റെ സമയത്ത് നമ്മൾ ഔട്ട്ഡോർ ആണെങ്കിൽ try to get out of the path of the landslide or mud flow by running to nearest high ground or away from the path. Okay, if you are near a river, be alert for any sudden increase or decrease in the water flow or for a change for clear to muddy water. Such changes may indicate landslide upstream, so move quickly to safer areas. Okay, then if the rocks and other debris are approaching, run to the nearest shelter such as group of trees or buildings. Then while you are indoor during landslide, നമ്മൾ ഇൻഡോറിലാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, stay inside and remain alert, listen to the radio, television or any update, that is if landslide occur outside. If your house fall apart during landslide and if there is no escape, hold on to something strong and protect your head. Okay, then after landslide ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. Stay away from the landslide areas as they may danger for additional slides. Do not drive through. Okay, then watch for flooding which may occur after landslide and check for injured or trapped person near the landslide. Without entering the slide area, direct rescues to their locations. Then help neighbors who may require special assistance. Then listen to local radio, television. Then look for and report broken utility lines to approaching authorities. Then appropriate authorities. Then check the building foundation, walls, surrounding lands for damage. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡിഫറെൻറ്റ് ലാൻഡ് സ്ലൈഡിൻ്റെ ഫിഗേഴ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കവളപ്പാറ ലാൻഡ് സ്ലൈഡ് ഇപ്പം അടുത്തും കഴിഞ്ഞിട്ടുള്ള ഫെമിലിയർ ആയിരിക്കും അല്ലേ. അതൊക്കെയാണ് ലാൻഡ് സ്ലൈഡ്സിൻ്റെ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്.